സലാം ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഫാമിലിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിയറസ്റ്റ് ചാവക്കാട് ബീച്ച്. ചാവക്കാടിന് തൊട്ടടുത്താണ്, ബീച്ചിന് തൊട്ടടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബീച്ചിൽ പോയി കളിച്ച് കുളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെയാണ് ഇത്. ഫീഡിങ് അനിമൽസ്, അതുപോലെ തന്നെ ഇവിടെ പാർക്ക് ഉണ്ട് കേട്ടോ. എറൗണ്ട് ഇതിൻ്റെ ചാർജ് വരുന്നത് 200 പെർ പേഴ്സൺ. അവർ ഹൈറ്റ് വെച്ചിട്ട് അളന്നിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാ പക്ഷികളും മൃഗങ്ങളും ബേഡ്സൊക്കെ ഉണ്ട്. ഫസ്റ്റ് സ്വാനാണ്, പിന്നെ ഹെന്നിന് കളർ കൊടുത്ത ഹെന്നാലിങ്ങനെ തുറന്ന് വിട്ട് കേട്ടോ. കുട്ടികൾ അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഫീഡിങ് ഫിഷിന് നമുക്ക് അവർ ഫുഡ് തരും. അത് നമ്മൾ കൈ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കഴിച്ചോളും. ഇതാണ് ഫീഡിങ്. കുട്ടികൾക്ക് നല്ല രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പണ്ട് നമ്മൾ സുലഭമായി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന പാത്തുമ്മയുടെ ആടാണ്. പാത്തുമ്മയുടെ ആട് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. അതിനും ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇനം ആടുകൾ ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ഇത്രയും ഇനം ആടുകളുണ്ട് എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് മക്കളെ. വേണ്ട, വിശപ്പ് മാറി. ആടിൻ്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ കാളേനെയും കാണാനിടയായിട്ടോ. ഒരു ചെറിയ കാള, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, സോ ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ആട് കഴിഞ്ഞ് നേരെ പോയി യമൂന് ഫുഡ് കൊടുത്ത് എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേന്ന്. നിർത്തി കൊടുക്കണേട്ടാ. കൈ എടുക്കല്ലേട്ടാ. അപ്പോൾ യമൂനൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മളിവിടെ ഒരു കാളവണ്ടീനെ കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് അവിടെ ചെറിയ ഹോഴ്സ് കേട്ടോ, ബേബി ഹോഴ്സ്. പിന്നെ അപ്പുറത്ത് ഡോങ്കി ഉണ്ട്, ഒരു വൈറ്റ് ഹോഴ്സ് ആൻഡ് ബ്രൗൺ ഹോഴ്സ്. അതുപോലെ തന്നെ ഒരു ഡോങ്കി അതാ വീടിൻ്റെ ഉള്ളിൽ മടി പിടിച്ച് നിൽക്കുന്നത്. നമ്മൾ സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചു പോകും, പെട്ടെന്ന് അനങ്ങുന്നില്ല. ഡോങ്കിക്കും ഹോഴ്സിനും എല്ലാം ഫുഡൊക്കെ കൊടുത്തിട്ട് അവരൊന്നും ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടിച്ചെടുക്കുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവർക്ക്. കോൾ ഡക്ക്, അത് അവിടെ ഡക്കിനാണ്ട ഈ അവിടെ വായിച്ചു നോക്കിട്ടോ. ക്രസ്റ്റഡ് എല്ലാത്തിനും ഇതുണ്ട്, ഒന്നും കൊടുക്കണ്ട. എന്താ ചെടിയെന്നാവോ. നിർബന്ധമായും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കണേ. റാബിറ്റും അതുപോലെ തന്നെ മൗസും അങ്ങനെ ഒരുപാട് ക്യാറ്റ്, അത് സ്കിന്നൊന്നും ഇല്ലാത്ത ഡേഞ്ചറസ് ക്യാറ്റ്, കണ്ടാണ് നോട്ടം കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന ക്യാറ്റിനത്തിൽപ്പെട്ട ഒരു ജീവി. പിന്നെ ഇതാ കെങ്കരു എന്ന് പറയുന്ന നമ്മുടെ ഇത് ഏതോ ഒരു കൺട്രിയുടെ അനിമലല്ലേ, ഏതായിരുന്നു മറന്നുപോയി. പിന്നെ ഇതാ നമ്മുടെ സിംഹവാലൻ കുരങ്ങാവുന്നുണ്ട്, ടാമറീനോ അങ്ങനെ എന്തോ പറയുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ റെഡ് ഹാൻഡഡ് ടാമറിൻ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ കാണുന്നു ലോങ് ടൈൽഡ് ബേർഡ്, ഇഗ്വാന ഉണ്ട്. പിന്നെ അതാ നമ്മുടെ അണ്ണാനുണ്ടല്ലോ, ഇതെന്തോ വരയണ്ണാനാന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെന്നെ ഒരു പനി പറ്റിക്കിട്ടോ. നേരെ കയറി വന്ന് നമ്മുടെ ദേഹത്ത് സൂസോയിക്കും. അയ്യോ സൂസോയിച്ചല്ലോ, രക്ഷിക്കലേ സൂസിച്ച്. വല്ലാത്ത ആരും വേറെ എവിടെയും കണ്ടില്ല. തോളത്ത് കയറി വന്നിട്ട് സൂസോയിക്കുന്ന അമ്മനെ ആദ്യമായിട്ട് കാണാം. പിന്നെ ജിലുവിനൊക്കെ കളിപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുള്ള വൈബ് നിറഞ്ഞ ഒരു ആക്ടിവിറ്റീസ് ആയിരുന്നു. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ.
ഇതൊക്കെ നമ്മളൊരു മലേഷ്യയിലോ അതുപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആളുകളൊക്കെ വീഡിയോ ഇടുന്നില്ലേ, അതേമാതിരി ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഉണ്ടായത്. ഇതേമാതിരി നമ്മൾ മേത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. നല്ല എൻജോയ് ചെയ്ത ഒരുപാട് ആക്ടിവിറ്റീസാണ് കേട്ടോ ഇത്. പിന്നെ അത്ര ഡേഞ്ചറസ് ആക്ടിവിറ്റി സ്നേക്ക് കൗത്തിലിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. യാറപ്പേ ഇപ്പം കടിക്കുന്നു നാവിട്ട് പുറത്തേക്ക് കണ്ടാൽ കഴിഞ്ഞാൽ തന്നെ പേടിച്ചു പോകൂലേ. അതിൻ്റെ അപ്പകത്ത് ജീവൻ നിലനിർത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. നല്ല പേടിയുണ്ട്, നമുക്കൊന്നും ശീലമില്ലല്ലോ. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തച്ചുമില്ല എന്നല്ലാതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതൊക്കെ നല്ല രസമുണ്ട്. കുട്ടികളൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഇനി കുട്ടികളൊക്കെ താഴെ കിടക്കുന്ന പാമ്പിന് തോളത്തിടുന്നാവും ഇതൊക്കെ കണ്ടിട്ട് അറിയാതെ. ഇതിനെന്താ പറയുക മക്കളെ, ഹൈ സ്റ്റിക്സോ അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു. ഉടുമ്പ് എന്താ അതിൻ്റെ നേരം. പിന്നെതാ 8 കാലി, ഒറ്റ കടി അടിച്ചാൽ മതി അപ്പം തന്നെ മരിച്ചു പോകും. അങ്ങനത്തെ 8 കാലി, തേള്, സ്നേക്ക്, ഇങ്കുവാന. സ്നേക്ക് ഒരുപാടായിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സ്നേക്കിനെയാണ് അവർ എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പോൾ. പിന്നെ അതാ എലി അടക്കം, എലി, ഓന്ത്, എന്തൊക്കെ സംഗതികളാണ്. ഇങ്ങനത്തൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ബേഡ്സിന്, നമ്മളെ തത്തകളെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പംകിൻ സീഡാണ് അവർ തരുന്നത്. അത് കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വന്നിരുന്ന് കഴിച്ചോളും. അത് യാതൊരു ഭയോ പേടിയോ അങ്ങനെയൊന്നുമില്ല, ഒരു ഫിയറും ഇല്ലാത്ത രീതിയിലുള്ള ബേഡ്സ്. അതൊരു വലിയ അടിപൊളി ആക്ടിവിറ്റീസാണ് കേട്ടോ നമ്മുടെ മേത്തിരുന്ന് കഴിച്ചു പോകുന്നത്. ഓസ്ട്രിച്ച് അങ്ങനെ നടക്കുന്നത്. ഓസ്ട്രിച്ചിനൊക്കെ തൊട്ട് ബേഡ്സ്, പിന്നെ ഒരുപാട് ടൈപ്പ് ഒരുപാട് തരം ബേഡ്സ് ഉണ്ട് കേട്ടോ. ലവ് ബേഡ്സ്, എന്തൊക്കെ തരം ബേഡ്സുകളുണ്ട്. ഇതൊക്കെ എന്താണെന്നാവും, ഇതിൻ്റെ പേരൊന്നും നമുക്ക് അധികം അറിയില്ല. ഇതിനെന്തോ ഫസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും അധികം മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ കാണുമ്പോൾ നല്ല സാധനത്താടോ. ഇതെന്താ നല്ല അടിപൊളി, വാവ് സൂപ്പർ. അങ്ങനെ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാർക്കിലേക്കാണ്. പാർക്കിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പാർക്ക് അധികം ആളുകളൊന്നുമില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും അധികമില്ല. പിന്നെ പൈസ കൊടുത്തിട്ട് കയറേണ്ടതല്ലേ, അതുകൊണ്ട് തന്നെ കുറവാണ്. പക്ഷെ അവർ അടിപൊളി അമ്പലമുണ്ട്, വലിയ അമ്പലമാണ്. നമ്മൾ വന്നതല്ലേന്ന് വിചാരിച്ച് പാർക്കിലും കയറി. പാർക്കിലും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു മക്കളെ. ഞങ്ങളെല്ലാവരും പാർക്കിൽ ഞങ്ങൾ കളിച്ചിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് കളിച്ച ഒരു ഏരിയയാണ് പാർക്ക് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര സന്തോഷം. നമ്മൾ മാത്രം തന്നെ ഉള്ളൂ. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മഴയല്ലേ, മഴ ആയതുകൊണ്ട് തന്നെ കുറവാണ് ആൾക്കാരുടെ സന്ദർശനം ഇവിടേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിട. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു. കീപ് വാച്ചിങ്.